ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ റീൽസ് കാണുമ്പം നിങ്ങൾക്ക് മടുപ്പ് തോന്നാറുണ്ടോ? എവിടെ സാറേ, ഞാൻ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും എൻ്റെ ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ മൊബൈലിൽ റീൽസ് കാണുമെന്ന് പറഞ്ഞാൽ എന്ത് രസാ സാറേ, എൻജോയ്മെൻ്റ് അല്ലേ. വൈകുന്നേരങ്ങളിൽ ഫുട്ബോളും ക്രിക്കറ്റും ബാഡ്മിൻ്റനും ടേബിൾ ടെന്നീസും ഒക്കെ കളിക്കാൻ പോകാറുണ്ടല്ലോ, അത് എനിക്ക് മടുപ്പ് തോന്നാറുണ്ടോ? ഇല്ല സാർ, അത് കളിക്കുമ്പോൾ എന്തൊരു എൻജോയ്മെൻറ്റാണ് കിട്ടണത്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ടോ? ഉണ്ട് സാർ, നല്ല എൻജോയ്മെൻറ്റാണ്, നല്ല രസമല്ലേ ട്രാവലിങ്. ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് എന്നെങ്കിലും പഠിക്കാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്കിങ്ങോട്ട് ഭയങ്കര ആനന്ദം തരിക, എൻജോയ്മെൻറ്റ് തരിക. അങ്ങനൊരു എൻജോയ്മെൻറ്റ് തരാൻ പറ്റാത്തൊരു സാധനമാണ് ഏത്? പഠിത്തം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പം പണ്ടത്തെ കാലത്ത് എനിക്കാണെങ്കിൽ പോലും പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബുക്കിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം എന്താ, ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്നൊരു എൻജോയ്മെൻറ്റ് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ളതൊക്കെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ പഠിത്തം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു സ്റ്റേജ് കടന്നു പോയി കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ മാർക്ക് കുറവാണെങ്കിൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കും പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ വീണ്ടും വന്ന് പഠിച്ചെഴുതി മാർക്ക് വാങ്ങിക്കാനൊന്നും ഒരിക്കലും കഴിയില്ല. ബാക്കിയൊക്കെ പിന്നീടും ചെയ്യാം. പക്ഷേ പഠിത്തത്തിൽ ഉഴപ്പിയാൽ റിഗ്രറ്റ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നീടൊരു അവസരം നിങ്ങൾക്ക് +1 +2 കിട്ടില്ല മക്കളെ. അതാണ് സത്യാവസ്ഥ. എൻജോയ്മെൻറ്റ് കുറവാണ് പഠിക്കുമ്പം. കാര്യം ശരിയാ, വല്ല എൻജോയ്മെൻ്റ് ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല. പക്ഷെ എന്താ, ജീവിതത്തിൻ്റെ വിജയിച്ച ആൾക്കാരുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വിജയത്തിൽ പങ്കുവഹിച്ച മെയിൻ സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതവർ കുത്തിയിരുന്ന് പഠിച്ചത് കൊണ്ട് തന്നെയാണ്. വേറൊന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനില്ല. പഠിക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിത് പഠിച്ചാലേ എനിക്ക് നല്ല മാർക്ക് വരൂ, തുടർന്നുള്ള പഠനത്തിന് സഹായിക്കണമെങ്കിൽ +1 +2 ഞാൻ നല്ലപോലെ മാർക്ക് വാങ്ങിക്കണം. എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ എത്തിച്ചേരണമെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണം. എൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമുണ്ടല്ലോ, ഭയങ്കര പ്രയാസത്തിലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ഞാൻ പഠിച്ചേ പറ്റുള്ളൂ എന്ന ബോധമാണ് ഉണ്ടാകേണ്ടത്. ഈ ഇൻട്രസ്റ്റ് ഉണ്ടാകുക എന്നതിലുപരി എന്താണെന്നറിയാമോ, പഠിച്ചാലേ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള തോന്നൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കാനൊരു വാശി വരും. വാശി വന്ന് പഠിക്കുമ്പോൾ അത് ക്രമേണ ആ പഠനത്തിൽ നിനക്കൊരു ഇൻട്രസ്റ്റും വരാൻ തുടങ്ങും. ഹലോ മുഞ്ചാരകളെ, മൊഞ്ചത്തുകളെ, എൻ്റെ തക്കുടുകളെ, എൻ്റെ എല്ലാമായവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു വന്നത് എന്തിനാണെന്നറിയാം സാറേ? ഇതുവരെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊരു കം ബാക്ക് വേണം, എനിക്കൊരു തിരിച്ചു വരണം. ഈ ഒരു കൊല്ലം ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് വലുതായിട്ട് പല കാരണങ്ങൾ കൊണ്ടും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇനിയുള്ള 2 മാസമെങ്കിലും പഠിച്ചു വരണം. ഫെബ്രുവരി മോഡൽ എക്സാം എത്താറായി. മാർച്ചിലെ മെയിൻ എക്സാമിൽ എനിക്ക് പഠിച്ചെടുത്ത് നല്ല മാർക്കോട് കൂടി +1 കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങളെന്നറിയാം. ഈ വീഡിയോ തിരഞ്ഞു വന്ന എല്ലാവരും അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കം ബാക്ക് വേണം. ആദ്യത്തെ സത്യാവസ്ഥ എന്താ മനസ്സിലാക്കേണ്ട അറിയാമോ? ടൈം ഈസ് ഓവർ. ആദ്യത്തെ സത്യാവസ്ഥ, ടൈം പോയി. കംബാക്ക് ചെയ്യേണ്ട സമയമുണ്ട്, തിരിച്ചു വരാനുള്ളൊരു സമയമുണ്ടായിരുന്നു. ഞാൻ പണ്ടൊരു വീഡിയോയിൽ +1 വീഡിയോയിൽ പറഞ്ഞ പോലെ, ഒരു ലൈവിൽ പറഞ്ഞ പോലെ, ഡിസംബർ മാസത്തിലെ നിങ്ങളുടെ വെക്കേഷന് ശേഷം ജനുവരി 1 മുതൽ ആയിരുന്നു നിങ്ങളുടെ കംബാക്കിനുള്ള യഥാർത്ഥ സമയം. ആ ഒരു മാസം, ജനുവരി മാസവും തീരാറായി. എന്നിട്ടും നിങ്ങൾ ബോധം വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ല. അപ്പോൾ കംബാക്കിനുള്ള സമയം തീർന്നു പോയി. അത് 1-ാം തീയതി ചെയ്യണമായിരുന്നു. ഇന്ന് ഏകദേശം ഇന്ന് ആ ജനുവരി മാസത്തിൻ്റെ അവസാനമായി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കംബാക്ക് നടത്തേണ്ട സമയവും കഴിഞ്ഞു പോയി. അപ്പോൾ സാറേ, ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? ഈ സമയം ഒരുപാട് അങ്ങോട്ട് ഇനിയും നീട്ടാൻ പാടില്ല. ഇനി തിരിച്ചു വരാനുള്ള, കഷ്ടപ്പെട്ട് പഠിച്ചാലും മാർഗ് നേടാനുള്ള, തിരിച്ചുവരവ് കാണിക്കാനുള്ള ആ കാലഘട്ടം, ആ സമയം വീണ്ടും കടന്നുപോയി. ഇനിയും ഒരുപാട് ലേറ്റ് ആക്കാതിരിക്കുക, അതേ പറയാനുള്ളൂ. വാട്ട് ഈസ് ദ സൊല്യൂഷൻസ് ആർ? ഇനിയും എൻ്റെ മക്കൾ ഒരുപാട് ലേറ്റ് ആക്കാതിരിക്കുക. സമയമുണ്ടല്ലോ, ഇനി 2 മാസമുണ്ടല്ലോ. 2 മാസം വേഗം കടന്നു പോകും. 1 മാസമാകും. 1 മാസമുണ്ടല്ലോ, ഞാൻ ഇനിയും പഠിക്കാം, സമയമുണ്ടല്ലോ. 1 മാസം 3 ആഴ്ചയാകും, 4 ആഴ്ചയാകും, 2 ആഴ്ചയാകും. പരീക്ഷ തലേന്ന് പോലും പഠിക്കാത്തവരോട് എനിക്കൊന്നും പറയാനില്ല. പരീക്ഷ തലേന്ന് പോലും പഠിക്കാത്ത പോയിരുന്നവരുണ്ട്. ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, പഠിക്കണമെന്ന് കരുതുന്നവരുണ്ടായിരിക്കും. എന്നിട്ടും അതിനുവേണ്ടി മെനക്കെടാതെ പരീക്ഷൻ്റെ തലേന്ന് പോലും പരീക്ഷയ്ക്കൊരു സീരിയസ്നെസ് കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല. ഇനിയെങ്കിലും തിരിച്ചു വരണം. ഞാൻ ഈ പറയുന്ന മൊമെന്റ് മുതൽ ഒരു ദിവസം കാത്തു നിൽക്കേണ്ട.
ഈ വീഡിയോ തീർന്നത് മുതൽ നിങ്ങളുടെ അടുത്ത കംബാക്കിനുള്ള അടുത്ത പരിശ്രമം തുടങ്ങി. ഒന്നാമത്തെ സമയം ഒരുപാട് അതിക്രമിച്ചു പോയി. ഇനിയും ഒരുപാട് സമയം ഇനിയും വേസ്റ്റ് ആക്കി കളയാതിരിക്കുക. ഏത് മൊമെന്റിലാണോ ഈ വീഡിയോ കണ്ടു തീർക്കുക അവിടെ മുതൽ നിങ്ങൾ തിരിച്ചു വരാൻ നോക്കുക. ടൈം ഒരുപാട് കഴിഞ്ഞു പോയി മക്കളെ, തിരിച്ചു വരമുള്ള സമയമാണ് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാമോ? 8 മണിക്കൂറോളം ഒരു ദിവസം ഇനി പഠിക്കണം. ഇനി എത്ര നേരമൊക്കെ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ 10 മണിക്കൂറൊക്കെ പറയാം. ദിവസം 24 മണിക്കൂറിൻ്റെ ഉറക്കവും നിങ്ങളുടെ സ്കൂളിൽ പോക്കും എല്ലാം കഴിഞ്ഞാൽ 8 മണിക്കൂർ, ഒരു 10 മണിക്കൂർ എടുത്തോ. 10 മണിക്കൂറും ഇതുവരെ ഒന്നും നോക്കാത്ത ആൾക്കാർ സ്പെൻഡ് ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ. എങ്കിൽ നല്ല മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് ഷുവർ. ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സ്കൂളിൽ വിട്ടാൽ ഉടനെ ചങ്ങായിമാരോട് വർത്താനവും പറഞ്ഞ് 4 മണി 5 മണിക്കുമൊക്കെ ബസ്സും കയറി 6 മണിക്ക് വീട്ടിലെത്തും. എന്നിട്ട് നേരെ കുളിച്ചൊരുങ്ങി ഫുഡും കഴിച്ചിട്ട് മൊബൈലും തോണ്ടി കിടന്നുറങ്ങും. രാവിലെ എന്തെങ്കിലും എടുത്ത് വീണ്ടും പുസ്തകം എടുത്ത് സ്കൂളിൽ പോകും. ഈ ഒരു ദിനചര്യയാണ്, ഈ ഒരു ഡെയിലി റുട്ടീൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പാസ്സാകും, എങ്ങനെ ജയിക്കും സാർ, എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കും എന്ന് ആരും എന്നോട് ചോദിച്ചു വരണ്ട. ഈ രീതിയിൽ എല്ലാ ദിവസവും കടന്നു പോകുന്ന ആൾക്കാർ എങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കും, എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കും എന്ന് കമൻറ്റ് ചോദിച്ച് എൻ്റെ അടുത്ത് വരണ്ട. അവരെ കൊണ്ട് ഫുൾ മാർക്ക് വാങ്ങിക്കൽ അത്ര വലിയ ഈസി പരിപാടി ആകില്ല. കാരണം എന്താ, അവരുടെ ജീവിതത്തിലും ഒരു ദിവസം പോലും അവർ പഠിക്കുന്നില്ല. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. വേഗം സ്കൂൾ വിട്ടാൽ നേരെ ബസ് കയറി നേരെ വീട്ടിൽ വരിക. പഠിക്കാനുള്ള നോക്കുക, പ്ലാൻ ചെയ്യുക. നാളെ എന്തു പഠിക്കണം, നാളെ രാവിലെ, എല്ലാ ദിവസവും രാവിലെ എണീക്കണം. ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്. 10 മണിക്കൂറാണ് പഠനമെങ്കിൽ 10 മണിക്കൂർ പോട്ടെ. 10 മണിക്കൂർ പോട്ടെ. ഇനിയിപ്പോൾ ഈ 10 മണിക്കൂർ ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 10 മണിക്കൂർ കിട്ടില്ല. ഫെബ്രുവരി മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഫെബ്രുവരിൻ്റെ നടുക്ക്, ഫെബ്രുവരിൻ്റെ മിഡ് മുതൽ നിങ്ങൾ സ്കൂളിൽ പോക്ക് കുറവായിരിക്കുമല്ലോ. ഫുൾ പഠിക്കാനായിരിക്കും നോക്കുക. ഫെബ്രുവരിൻ്റെ പകുതി മുതൽ, അന്ന് മുതൽ ഓരോ ദിവസം വീട്ടിൽ ഇരിക്കുന്ന സമയം 10 മണിക്കൂർ പഠിക്കാൻ നോക്കുക. ഈ സ്കൂളിൽ പോകുന്ന സമയം മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും പഠിക്കാൻ നോക്കുക. 5 മണിക്കൂർ. വൈകുന്നേരങ്ങളിൽ 3 മണിക്കൂർ, രാവിലെ 2 മണിക്കൂർ. ഞാൻ എപ്പോഴും പറയും, രാവിലെ 2 മണിക്കൂർ മാറ്റി വെക്കണം. രാവിലെ ഒരു 2 മണിക്കൂർ എന്തായാലും വേണം. അന്തരീക്ഷമാ, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത കൂളായിട്ടുള്ള അന്തരീക്ഷമാ. അപ്പം ഇരുന്ന് പഠിച്ചാൽ വേഗം പഠിക്കാൻ തുടങ്ങും. അപ്പം ടൈം വേസ്റ്റ് ചെയ്യില്ലേ. റീലും ഗെയിമും ഒക്കെ കളിക്കുന്നവർ ഞാൻ പറയാ, വേണം റീൽസ് കാണണോ, നല്ലതാ, എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഗെയിംസ് കളിക്കുന്നുണ്ടോ, കളിച്ചോ, പ്രശ്നമില്ല. പക്ഷെ ഇപ്പം അതിനുള്ള സമയമല്ല. സ്റ്റോപ്പ് ദിസ്. നിങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ കളയുന്നത് റീൽസും ഗെയിംസും മൊബൈൽ ഫോണുകളുമാ. നിർത്തിവെച്ചോ. അതും കൂടെ പഠനത്തിലേക്ക് കൊണ്ടുപോക്കോ. 2 മന്ത്, ഇനി നമ്മുടെ മുമ്പിൽ 2 മാസമുണ്ട്. ഞാൻ ഉറപ്പ് തരിക, 2 മാസം കോൺസെൻട്രേഷനോടെ, കാണാ പഠിക്കുന്നവർക്കല്ല, വൃത്തിക്ക് 2 മാസം മെനക്കെട്ട് നല്ലപോലെ ശ്രദ്ധിച്ചു പഠിക്കുന്ന മക്കൾക്ക് ഇനിയും സമയമുണ്ട് മക്കളെ തിരിച്ചു വരാനായിട്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുക. 8 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഒഴിവാക്കുക. കുറച്ച് നേരം കണ്ടോ, ഒരു 15 മിനിറ്റ് ഒക്കെ കണ്ടോ, എന്നിട്ട് ഒഴിവാക്കി വെക്കുക. 1-2 മണിക്കൂറൊന്നും പോയി കണ്ടാൽ വീണ്ടും പഠിക്കാനുള്ള സമയമാണ് പോണത്. 2 മാസം ഫുൾ ഫോക്കസ് ഓൺ സ്റ്റഡി. ഇതാണ് നമ്മുടെ +1 ബയോളജീൻ്റെ ചാപ്റ്റേഴ്സും വെയിറ്റേജും. ബയോളജി ക്ലാസിഫിക്കേഷൻ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ പഠിക്കേണ്ട ആദ്യത്തെ ഒരു 1, 2, 3, 4, 5, 6 ചാപ്റ്റർ ഉണ്ട്. ഈ 6 ചാപ്റ്റേഴ്സ് വേണം ആദ്യം സെറ്റാക്കാൻ. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ 5 സ്റ്റാർ ചാപ്റ്റേഴ്സ്. 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നു. ഓക്കെ, ഈ 6 ചാപ്റ്റർ പഠിച്ചാൽ എത്ര മാർക്കാണ് വരിക? 4, 10, 16, 20, 24, 28 മാർക്ക്. ഓൾമോസ്റ്റ് ഫുൾ മാർക്കായി. പിന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് വന്നോളൂ. 28 മാർക്കോളം ഈ 9 ചാപ്റ്ററിലെ ഈ 6 ചാപ്റ്റർ നമുക്ക് കിട്ടും. ആദ്യം നിങ്ങൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ പോയി ബയോളജി ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ നിൽക്കരുത്. അതിന് 3 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. ആദ്യം നിങ്ങൾ ബാക്കിൽ നിന്ന് തുടങ്ങുക. പ്ലാൻ ഗ്രോത്ത്, റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, സെൽ സൈക്കിൾ, സെൽ യൂണിറ്റ് 5, അനാട്ടമി. ഈ 6 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 28 മാർക്കായി A+ കിട്ടും. 28 മാർക്ക് കിട്ടും. മോഡൽ എക്സാമിന് മുമ്പ് എന്താ സ്ട്രാറ്റജി? നമ്മുടെ മോഡൽ എക്സാമിന് മുമ്പ് ഈ 5 സ്റ്റാർ ചാപ്റ്റർ, 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ഏതൊക്കെയാ? പ്ലാൻ ഗ്രോത്ത്, റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, സെൽ സൈക്കിൾ, സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അനാട്ടമി. ഈ 6 ചാപ്റ്ററുകളിൽ എന്ത് ചെയ്യണം? മോഡൽ എക്സാമിന് മുമ്പ് സെറ്റാക്കണം. ഒന്നും പഠിക്കാത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാണ്. ഓർഡറിൽ പഠിക്കാൻ നിൽക്കണ്ട. ഒന്നും ഇതുവരെ ബോട്ടണി തുറന്നു നോക്കാത്ത ആൾക്കാർ ബാക്കിൽ നിന്ന് തുടങ്ങുക. 6 ചാപ്റ്റർ പഠിക്കുക. മോഡൽ എക്സാമിന് മുമ്പ് 6 ചാപ്റ്റർ, മോഡൽ എക്സാമിന് ശേഷമുള്ള ഗ്യാപ്പിൽ 3 ചാപ്റ്ററും കൂടെ. അപ്പോൾ ടോട്ടൽ മെയിൻ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം? 9 ചാപ്റ്റർ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ്, ഇപ്പോഴത്തെ ടാർഗറ്റ് എന്തായിരിക്കണം? മോഡൽ എക്സാമിന് തൊട്ട് മുമ്പുള്ള 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ സെറ്റാക്കി വെക്കണം.
6 ചാപ്റ്റേഴ്സ്. ഇതാണ് 6 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ട സാറേ? ഇനിയുള്ള സമയങ്ങളിൽ ഡീറ്റെയിൽ ലെക്ചർ കാണാൻ സമയമില്ല. ഇനി ഈ 6 ചാപ്റ്റർ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മോഡൽ എക്സാമിന് മുമ്പ് ഈ ഡീറ്റെയിൽഡ് ചാപ്റ്റർ കാണാൻ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ സമയമില്ല. ഫോട്ടോസിന്തസിസ് ഒക്കെ ഞാൻ ആപ്പിലും നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്തേക്കുന്നത് എന്താ, നമ്മുടെ ആപ്പിൽ റെക്കോർഡൊക്കെ ചെയ്തപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ഒക്കെ ഏകദേശം എന്താ 8 മണിക്കൂറൊക്കെ ഉണ്ട്. ഫോട്ടോസിന്തസിസ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ട് സമയമില്ല. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് മക്കളെ, വൺ ഷോട്ട് വീഡിയോ കാണാം. ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്, ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ചാപ്റ്ററിൻ്റെ 2-2.5 മണിക്കൂറിലുള്ള വൺ ഷോട്ട് വീഡിയോസ് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ വൺ ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 5 സ്റ്റാർ ചാപ്റ്ററിൻ്റെ എല്ലാ വൺ ഷോട്ടും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നോക്കി പഠിക്കുക. വൺ ഷോട്ട് വീഡിയോസ് എങ്ങനെ കാണണ്ടേ? നോർമൽ സ്പീഡിൽ കണ്ടാൽ പോരാ, 1x-ലോ 2x-ലോ ഒക്കെ കണ്ട് മനസ്സിലാക്കുക. ജസ്റ്റ് ഐഡിയ ഉള്ള ചാപ്റ്ററൊക്കെ ആണെങ്കിൽ 2x കാണുക, ഒട്ടും ഐഡിയ ഇല്ലാത്തതാണെങ്കിൽ പതുക്കെ കാണുക. ഇനി കുഴപ്പമില്ല സാറേ, വേഗം സ്പീഡിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നുള്ളവർ 1.5x ഇടാം. 1.5x വേഗം കണ്ടു തീർക്കുക. 2.5 മണിക്കൂറുള്ള ചാപ്റ്റർ ആണെങ്കിൽ 1.5x ഇട്ടാൽ ഒരു 1.25 മണിക്കൂർ കൊണ്ട് അല്ലെ 2 മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നു കിട്ടും. ബാക്കി മിച്ചമുള്ള എത്ര, 30 മിനിറ്റ്. 2.5 മണിക്കൂറുള്ള ചാപ്റ്റർ ആണെങ്കിൽ 1.5x ഇട്ടാലോ 2 മണിക്കൂർ കൊണ്ട് തീരും. ബാക്കി എത്ര ഉണ്ട്, 0.5 അവർ, 30 മിനിറ്റ് ഉണ്ട്. ആ 30 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യാൻ നോക്കുക, റിവൈസ് ചെയ്യാൻ നോക്കുക. 2.5 മണിക്കൂറുള്ള ചാപ്റ്റർ യൂട്യൂബിൽ 2.5 മണിക്കൂറുള്ള വൺ ഷോട്ട് 1.5x ഇടുന്നു, 2 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുന്നു. കൂടെ തന്നെ നോട്ടും എഴുതണം. വേറെ ഒരു നോട്ടും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യല്ലേ, നിങ്ങളായിട്ട് തന്നെ നോട്ട് ഉണ്ടാക്കണം. മിച്ചമുള്ള 30 മിനിറ്റ് നമ്മൾ സ്പീഡിൽ കണ്ട് ലാഭിച്ച 30 മിനിറ്റ് ഇല്ലേ, ആ 30 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് പഠിച്ചതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, റിവൈസ് ചെയ്യുക. പിന്നെന്താ, ആ ചാപ്റ്റർ പഠിച്ച് നോട്ട് ഉണ്ടാക്കി റിവൈസ് ചെയ്തു. ഇനി ആ ചാപ്റ്ററിന്റെ NCERT വായിക്കാൻ നോക്കുക. വായിക്കാൻ സമയമില്ല നമുക്ക്. ആദ്യം മുതലേ പഠിക്കുന്ന ആളാണെങ്കിൽ ഞാൻ വായിക്കാൻ പറയും, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ല. അറ്റ്ലീസ്റ്റ് അതിലെ ഡയഗ്രാംസ് എങ്കിലും നോക്കി വെക്കുക. എല്ലാ ഡയഗ്രാംസും, എന്താണ് ഡയഗ്രാം, അതിൻ്റെ പാർട്സ് എന്താ, അതെന്താണ്, അതിന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ആ ഡയഗ്രത്തിന് അടിയിൽ എന്താണ് എഴുതിയേക്കുന്നത്, ഐഡന്റിഫൈ ദ ഡയഗ്രാം എന്നാ ചോദിക്കുക. ഐഡന്റിഫിക്കേഷൻ എവിടെ കാണും, അതിൻ്റെ അടിയിൽ എന്താണെന്ന് എഴുതി വെച്ച് കാണും, അത് നോക്കുക. ഫിനേറിയൻ്റെ ചിത്രമുണ്ട്, മാർക്കിങ്സിൻ്റെ ചിത്രമുണ്ട്, സർഗാസത്തിന്റെ ചിത്രമുണ്ട്. അങ്ങനെ കുറേ ചെടീൻ്റെ ചിത്രങ്ങൾ പ്ലാൻ ഗ്രോത്തിൽ കൊടുത്തിട്ടുണ്ട്, പ്ലാൻ കിണ്ടത്തിലുണ്ട്. അത് നോക്കി പഠിക്കണം. ഓരോ വോൾവോക്സ് എന്താ, ക്ലാമിഡമോണാക്സ് എന്താ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കി പഠിക്കണം. പിന്നെന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. വൺ ഷോട്ട് കാണുന്നു, 30 മിനിറ്റ് ലാസ്റ്റ് റിവൈസ് ചെയ്യുന്നു, NCERTയിലെ ആ ചാപ്റ്ററിന്റെ ഡയഗ്രാംസ് നോക്കുന്നു, PYQ ചെയ്യുന്നു. ഇത്രയും ചെയ്താൽ ആ 6 ചാപ്റ്റർ, 9 ചാപ്റ്ററും ഇതേ ഓർഡറിലാണ് പഠിക്കേണ്ടത്. 9 ചാപ്റ്ററിലെ 6 മോഡൽ എക്സാമിന് മുമ്പ് തീർക്കാം, 3 മോഡൽ എക്സാമിന് ശേഷം തീർക്കാം. നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ വെച്ച് നിങ്ങൾ തന്നെ ഏത് രീതിയിൽ ഏത് ചാപ്റ്റർ ഒരു ദിവസം പഠിക്കണം. ഒരു ദിവസം എന്തായാലും ഒരു ചാപ്റ്റർ തീരണം. ഒരു ദിവസം ഒരു ചാപ്റ്റർ. നിങ്ങൾ ഇന്ന് ഫോട്ടോസിന്തസിസ് പഠിക്കാൻ തുടങ്ങിയാൽ വൺ ഷോട്ട് കാണണം, 30 മിനിറ്റ് റിവൈസ് ചെയ്യണം, ആ ചാപ്റ്ററിന്റെ NCERTയിലെ ഡയഗ്രാംസ് നോക്കണം, PYQ ചെയ്യണം. ഇത് ഒരു ദിവസം കൊണ്ട് തീർന്നിരിക്കണം. അടുത്ത ദിവസം വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് മക്കളെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട രീതികൾ. ഓക്കെ, സമയം കളയാതെ എൻ്റെ മക്കൾ പഠിക്കുക. ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഠിച്ചേക്കണേടാ, പഠിച്ചേക്കട. ഇറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്യാം, പക്ഷേ ടീച്ചർ സ്റ്റുഡൻസിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, പഠിച്ചേക്കണേടാ. ആ പഠിച്ചേക്കണെന്ന് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വാക്കാണ്. നിങ്ങൾ എനിക്ക് ചെയ്തു തരണം, നല്ല മാർക്ക് വാങ്ങിച്ചു തരണം. എന്നിട്ടൊക്കെ മെസ്സേജ് അയച്ച് സാറേ സിമ്പിളായിരുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ഇത്ര എഫേർട്ട് എടുത്തെങ്കിലും ആ എഫേർട്ടിനൊപ്പം തന്നെ മക്കളും കൂടെ വന്നു, അവർക്ക് പഠിക്കാൻ പറ്റി, നമ്മളെടുത്ത എഫേർട്ട് അവർക്ക് യൂസ്ഫുള്ളായി എന്നൊക്കെ അറിയുമ്പോൾ വലിയൊരു സാധനമാണ് മക്കളെ. പ്ലീസ്, ഇറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. പഠിക്കണം. പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനിയും അലമ്പാൻ നിൽക്കരുത്. സമയം ലാഭിച്ച് വീട്ടിലെത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, മെസ്സേജ് അയക്കുക. ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ ChatGPT, ജെമിനികളും ഗൂഗിളും ഒക്കെ ഉപയോഗിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. NCERTയിലെ ഡയഗ്രാംസ് നോക്കുക. പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം NCERT വായിക്കുക. ഓക്കെ, NCERT വായിക്കുന്നത് നല്ലതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പഠിത്തത്തിൻ്റെ അവസ്ഥ നിങ്ങൾ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ എല്ലാം റിപ്ലൈ തരും. നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്താലും, അതിനുള്ള ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്താലും ഞാനുള്ള സൊല്യൂഷൻ തരും. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് എനിക്ക് അറിയാനൊരാഗ്രഹമുണ്ട്. എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹലോ ഗൈസ്, ബൈ ഗൈസ്.